ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് 4 മണി പലഹാരമായ നെയ്യപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം മാവ് കൂട്ടുകയാണ്. ആദ്യം നമ്മൾ അരിയും ശർക്കര ലായനിയും പാടെ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുഴുവൻ അരിയും ശർക്കര പാനിയിൽ നമ്മൾ അടിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ബാക്കി വരുന്ന ശർക്കര പാനി നമ്മൾ ഈ മാവിലോട്ട് ഒഴിക്കുകയാണ്. പിന്നീട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മൈദപ്പൊടിയാണ്. അത് കുറച്ചീച്ചയായിട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് കട്ട പിടിക്കാതെ ഇളക്കി യോജിപ്പിക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളുടെ മാവ് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. നമ്മുടെ നെയ്യപ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എള്ളോ ജീരകമോ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മളൊരു 2-3 മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നീടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ 4 മണിക്കാണ് നെയ്യപ്പം ചുട്ടെടുക്കുന്നത്. അതൊരു പാനിലേക്ക് ഓയിൽ പാലിന് ചൂടായതിന് ശേഷം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിക്കുക. നെയ്യപ്പത്തിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറാവുന്നത് വരെയാണ്. നമ്മൾ മറിച്ചിട്ട് വീണ്ടും വേവിക്കുക. നമ്മുടെ മാവ് ശരിയായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊള്ളച്ച് വരും നമ്മുടെ നെയ്യപ്പം. ഓരോന്നായി നമ്മുടെ നെയ്യപ്പം ചുട്ടെടുക്കും. അങ്ങനെ എല്ലാ നെയ്യപ്പവും നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.